തിരുനാവായയിൽ നടത്താൻ നിശ്ചയിച്ച മഹാമാഘമേളയുടെ ഒരുക്കങ്ങൾ സമാപ്തിയിലായിരിക്കെ നിർത്തിവെക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നീക്കമുള്ളതായി അറിയുന്നു. ഇതിനെക്കുറിച്ച് സ്വാമിജിയുടെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. പൂർണ്ണമായി വിശദീകരണം ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൻ്റെ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പറയുന്നത് ആധികാരികമായിരിക്കണം, നാളെ മാറ്റി പറയാനിടയാവരുത്. എന്നാൽ മനസ്സിലാക്കിയെടുത്തോളം മഹോത്സവം നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവും വന്നിട്ടില്ല. എന്നാൽ അതിലേക്ക് നയിക്കുന്ന ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് തിരുനാവായയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് വില്ലേജ് അധികാരികൾ ഉത്തരവിട്ടത്. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അത് മൊത്തം തടയുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മുഴുവൻ തടഞ്ഞിട്ടില്ല. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മണൽപ്പരപ്പിൽ കുറച്ച് ചില സ്ഥലങ്ങൾ നിരപ്പാക്കുന്ന പണി നടക്കുന്നുണ്ട്. തിരുനാവായയുടെ ഈ ഭാഗത്തു നിന്ന് മറ്റേ കരയിലേക്കുള്ളൊരു താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ രണ്ട് നിർമ്മാണങ്ങളും നിർത്തിവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും സ്വകാര്യ സ്ഥലത്ത് വേറെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് മഹോത്സവം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് പോയതിന് ശേഷം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതീസ്വാമിയായിട്ട് ദീർഘമായി സംസാരിച്ചിരുന്നു. രാത്രിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിന് ഔദ്യോഗികമായി വാങ്ങേണ്ടുന്ന അംഗീകാരങ്ങൾക്കൊക്കെ യഥാസമയം അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നും ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കായതുകൊണ്ട് ആ കാലത്ത് വാക്കാലെ നിങ്ങളെല്ലാം നടത്തിക്കൊള്ളൂ, അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നമുക്കതിൻ്റെ പെർമിഷനും മറ്റും ആവാം എന്ന് വാക്കാലെ പറഞ്ഞതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു എന്നും ഇപ്പോൾ നിർമ്മാണങ്ങൾ നിർത്തിവെക്കാനുള്ള ഒരു നോട്ടീസാണ് വില്ലേജ് ഓഫീസർ നൽകിയതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ സാങ്കേതികമായും മറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വാക്കാലെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അംഗീകാരമാവുന്നില്ല. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ അത് ഇപ്പുറത്തുള്ള വില്ലേജിൽ മാത്രമേ ബാധകമാവുള്ളൂ, അപ്പുറത്തുള്ള വില്ലേജിൽ ബാധകമാവില്ല. അപ്പുറത്ത് തവന്നൂരാണ്, ഇപ്പുറത്ത് തിരുനാവായയാണ്. നേരെ മറിച്ച് താലൂക്ക് ഓഫീസർ ആയിരുന്നെങ്കിൽ രണ്ടിനും ബാധകമാകുമായിരുന്നു. ഏതായാലും ആവേശത്തോടു കൂടി അവിടെ തുടങ്ങാൻ ആരംഭിച്ച കാര്യക്രമം നടത്തും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സംഘാടകർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജനക്കൂട്ടത്തെ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണെങ്കിൽ 10,000-കണക്കിന് ജനങ്ങൾ ഒത്തുചേരുന്ന മറ്റ് മതസമ്മേളനങ്ങൾ അവിടെ നടക്കാറുണ്ട്. 10,000 ഒത്തുചേരുന്ന മതസമ്മേളനങ്ങൾ ആ പ്രദേശത്ത് പ്രതിവർഷം നടക്കാറുണ്ട്. അതിന് യാതൊരു തടസ്സവും ജനത്തിരക്ക് മുൻനിർത്തി ആരും കൽപ്പിക്കാറില്ല. മറ്റ് നിയമപരമായി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഈ വേദിയിൽ പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഒന്ന്, ആധികാരികമായി പഠിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ നിലയ്ക്ക് ഭംഗിയായി അത് നടക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സമാജത്തിന് മുമ്പാകെ പറയാനുള്ളത്.